രാജീവ് കൊച്ചുപറമ്പിൽ. അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ശ്രീ രാജീവ്, എന്താണ് നിങ്ങളുടെ ആവശ്യം? കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി, ന്യൂനപക്ഷ ക്ഷേമം ലീഗിന് കൊടുക്കരുത്, അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. പൊതുവിദ്യാഭ്യാസം പക്ഷേ ലീഗിന് കൊടുക്കാൻ തീരുമാനമായതാണ്. പിന്നെയും നിങ്ങൾ എന്തിനാണ് ഇക്കാര്യത്തിൽ തടസ്സം പറയുന്നത്? പ്രിയപ്പെട്ട മഞ്ജുഷ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ മന്ത്രിസഭാ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകളിലാണ് മുഖ്യമന്ത്രിയും മറ്റ് അധികാരികളോട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളതിനെ ഉൾക്കൊള്ളുന്നു. ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ വകുപ്പുകൾ വിഭജിച്ചു കൊടുക്കേണ്ട ഏറ്റവും അധികാരപ്പെട്ട ആൾ മുഖ്യമന്ത്രി തന്നെയാണ്. അതിലൊന്നും ഒരു സംശയമില്ല. ചില വകുപ്പുകളൊക്കെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞെന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഇപ്പോൾ പൊതുസമ്മതത്തിൽ നടന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ചില ചാനലുകളിൽ, ചില വാർത്തകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയെ ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പുറത്തു വരുന്നു. ഇപ്പോൾ തന്നെ ചില സംഘടനകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു, ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒരു പ്രത്യേക തരത്തിലേക്ക് തന്നെ ആ വകുപ്പ് മാറ്റി അവർക്ക് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നതായിട്ടാണ് വാർത്ത വരുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം, ഇതൊരു പൊതുവായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാന നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ആവശ്യമാണ്. നേരത്തെ ഒറ്റ വിദ്യാഭ്യാസ വകുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത് 2 വിദ്യാഭ്യാസ വകുപ്പുകൾ തിരിച്ചു. ഈ 2 വിദ്യാഭ്യാസ വകുപ്പിനും അവകാശവാദം ഉന്നയിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു ന്യായമല്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ, മുമ്പത്തെ മന്ത്രിസഭയിലും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ചില ആളുകളെ ബോധപൂർവ്വം അവഗണിക്കപ്പെടുന്നു എന്നുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തർക്കങ്ങളും ചർച്ചകളും ഒഴിവാക്കാൻ ഒരു സമതുലിതാവസ്ഥ പാലിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമാണ്. അല്ല, അതുകൊണ്ട് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? അതാണോ നിങ്ങൾ പറയുന്നത്? പൊതുവിദ്യാഭ്യാസം ലീഗിനായിക്കോട്ടെ, ഉന്നത വിദ്യാഭ്യാസം പക്ഷേ കോൺഗ്രസിന് വേണം, അതാണോ കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം? കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ സഭയുടെ ആവശ്യം എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം ഇത് കോൺഗ്രസ് എന്നല്ല, പൊതുവായിട്ട് എല്ലാ പൊതുസമൂഹത്തെയും ഒരുപോലെ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ ഈ കാര്യങ്ങളിൽ നീതിപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്താൻ സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസം മുസ്ലിം ലീഗിന്റെ ഒരു ഭരണ പ്രതിനിധിക്ക് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ബാലൻസിങ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു തുല്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു നീതിപൂർവമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റ് ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾക്കോ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊടുക്കുവാനായിട്ട് സർക്കാർ തയ്യാറാകണം. കാരണം എങ്കിൽ മാത്രമേ ഇവിടെ ഈ സമൂഹത്തിൽ തുല്യമായിട്ടുള്ള നീതി ഉണ്ടാകത്തുള്ളൂ. പലപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരു ക്രൈസ്തവന് കൊടുക്കണം എന്നുള്ളതാണോ എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് പറയുന്നില്ല. പക്ഷെ പൊതുസമൂഹത്തെ പ്രതിനിധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിൽ കോൺഗ്രസ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം കോൺഗ്രസിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട, സമുദായ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ